എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ജൂൺ മാസം ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്ലസ് ടു റിസൾട്ട് എപ്പോഴാണ് വരുന്നത്? അതായത് ജൂൺ മാസമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജൂൺ മാസത്തോടെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരികയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം നിങ്ങളുടെ റിസൾട്ട് വന്ന് നെക്സ്റ്റ് ഡേ തന്നെ സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഫെയിൽഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും അതായത് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏതെങ്കിലും എല്ലാ സബ്ജക്റ്റുകളും ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള റെഗുലർ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതായിരിക്കും. സേ പരീക്ഷയ്ക്കുള്ള ഫീസ് 175 രൂപ പെർ സബ്ജക്റ്റും 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. തോറ്റ എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുണ്ട്. അതായത് പ്ലസ് ടു ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ 500 രൂപയാണ് ഒരു വിഷയത്തിന് ഫീസ് വരിക. ആകെ ഒരു വിഷയം മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് അപേക്ഷ നൽകേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്, വിദ്യാർത്ഥികൾ അതായത് ഈ ഒരു 2017 മുൻപാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു സമയത്ത് നിങ്ങൾ പ്ലസ് ടു സേ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതിയിട്ടില്ല. അങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്. അപ്പോൾ നിലവിൽ 2017 മുൻപുള്ള വിദ്യാർത്ഥികൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതല്ല. കാരണം സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടു കഴിഞ്ഞ ശേഷം ആ ഒരു പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് ഏകദേശം 5 പ്രാവശ്യം അതായത് 5 വർഷമാണ് അവസരം ഉണ്ടായിരിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ പിന്നീട് പ്ലസ് ടു പാസ്സാവണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ DHSE ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഓർഡർ എങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ പരീക്ഷ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ജയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് NIOS പോലുള്ള അതായത് ഈ ഒരു ഓപ്പൺ സർവകലാശാലയിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് ടു പാസ്സാകാൻ അതായത് ആ ഒരു പരീക്ഷ 6 മാസം കൊണ്ട് എഴുതിയിട്ട് ജയിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു NIOS പ്രകാരം നിങ്ങൾക്ക് ആ ഒരു പ്ലസ് ടു പാസ്സാവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ NIOS പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 3 വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് അതായത് പുതുതായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയാണ് തോറ്റിട്ടുള്ളത് എന്ന് കരുതുക. അതുപോലെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 3 വിഷയങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു NIOSൽ പഠിക്കേണ്ടി വരിക. അതായത് നിങ്ങൾ തോറ്റ 3 സബ്ജക്റ്റും അതുപോലെ തന്നെ അതിൽ ബാക്കി സബ്ജക്റ്റിൽ നിങ്ങൾ ജയിച്ച സബ്ജക്റ്റിൻ്റെ മാർക്ക് എടുക്കും. ബാക്കി ആ ഒരു 3 എണ്ണം നിങ്ങൾ കറക്റ്റായിട്ട് അതായത് പഠിച്ചിട്ട് ആ ഒരു പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്ലസ് ടു നിങ്ങൾ ഫെയിൽഡ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ പിന്നീട് തുല്യതയൊക്കെ എഴുതേണ്ടതായിട്ട് വരും. അല്ലാതെ നിങ്ങൾക്ക് പിന്നീട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരം തരുന്നതായിരിക്കില്ല. പിന്നീട് ഡയറക്ടറേറ്റിൽ നിന്നും നിങ്ങൾക്ക് വല്ല ഓർഡർ ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു പ്ലസ് ടു സേ പരീക്ഷ എഴുതാനായിട്ടുള്ള അവസരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ 2017 ശേഷം അതല്ലാതെ ശേഷമല്ല 17 മുൻപ് നിങ്ങൾ പ്ലസ് ടു ഫെയിൽഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആണ് എങ്കിൽ, അതായത് 2017 പ്ലസ് ടു പരീക്ഷ എഴുതാതെ അതായത് 2016 പ്ലസ് ടു പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയൊക്കെയാണ് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ അതായത് ഈ ഒരു പരീക്ഷയൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത് ജയിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ വർഷം മുതൽ 2017 മുതൽ 24 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സേ പരീക്ഷയും അതുപോലെ പബ്ലിക് എക്സാമിനേഷനും ഒക്കെ എഴുതാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അടുത്ത വർഷം ഈ 2017 എന്നുള്ളത് 18 ആകും. അപ്പോൾ ഈ രീതിയിൽ ഓരോ വർഷം കഴിയുമ്പോഴും മുൻ വർഷങ്ങൾ എഴുതുന്ന ഓരോ വർഷത്തെ വിദ്യാർത്ഥികൾക്കും അതിനുള്ള അവസരം നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങൾ പ്ലസ് ടു ഫെയിൽഡ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജയിക്കാനായിട്ടും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക 2023 പ്ലസ് ടു അതായത് പ്ലസ് ടു അല്ല പ്ലസ് 1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ 2024 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ
അല്ലാതെ നിങ്ങൾക്ക് ഈ 2024 ഈ ഒരു പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷനോ അല്ലെങ്കിൽ 2023 +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കോ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതല്ല, അതായത് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം അതായത് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുന്നത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. കാരണം കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ +1 ഇംപ്രൂവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ 2024 രജിസ്ട്രേഷൻ ആയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കും എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ റിസൾട്ട് വന്ന് ഏതെങ്കിലും സബ്ജക്റ്റ് ഫൈൽഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ജൂണിലാണ് ഈ ഒരു എക്സാം ഉണ്ടാവുക, ജൂലൈയിൽ റിസൾട്ട് വരും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു സബ്ജക്റ്റ് പഠിച്ച് ആ ഒരു ഘട്ടത്തിൽ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.